ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാനിപ്പോഴും ലൈവ് കണ്ടപ്പോൾ രേണു സുധി അവിടെ ഇരുന്നിട്ട് ശരത്തിനോടും നമ്മുടെ ഡോക്ടർ ബിന്നിയോട് സംസാരിക്കുന്ന ഒരു ലൈവ് ഞാനിപ്പോൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ വന്നത്. അതിനകത്ത് രേണു സുധി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ വീട് വെക്കാനാണ് ആഗ്രഹം. അപ്പോൾ നാട്ടുകാരുടെ ദാനം ഇനി വയ്യ, ചവിട്ടി നിന്റെ ഞങ്ങൾ തന്നേലേടി, പാത്രം ഞങ്ങൾ തന്നേലേടി, ഞങ്ങൾ തന്നേലേടി, ഞങ്ങൾ ഇത് ഞങ്ങൾ തന്നേലേടി എന്ന ഇവരുടെ ഈ ചോദ്യം കാരണം ഞങ്ങൾ സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത്. അതുപോലെ തന്നെ അപ്പോഴ് ശരത്തുടനെ ബിന്നി ചോദിക്കുന്നുണ്ട്, അത് തന്നവർ പറഞ്ഞോ? ആ തന്നവരല്ലേ, എല്ലാവരും പറയൂലേ തന്നവരും, പിന്നെ ഒരാളുടെ മാത്രമല്ല, ഇത് പല ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ചോദ്യങ്ങൾ കേട്ട് മടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് എനിക്കൊരു വീട് വെക്കണം. അവർ പറയുന്നത് നിനക്കല്ലോടി വീട് തന്നെ, നിനക്ക് നിന്റെ വീട്ടുകാർക്കുമാണ് വീട് തന്നത്, നിനക്ക് എന്റെ മക്കൾക്കാണ് വീട്, ഞങ്ങൾ സുധിയുടെ 2 മക്കൾക്കാണ് വീട് കൊടുത്തത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പറച്ചിലും കേട്ട് ഞാൻ മടുത്തു. നമ്മൾക്കൊക്കെ ഒരു സാധനം ഒരാൾ തന്നത്, ഇതാണ് രേണു സുധീനെ എല്ലാവരും നെഗറ്റീവ് ആക്കുന്നത്. എന്തുകൊണ്ടാണ് രേണു സുധീനെ നമ്മളെല്ലാവരും കാണുന്നവരും കേൾക്കുന്നവരെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സ്വഭാവമാണ്. ആരെയെങ്കിലും നമുക്ക് തന്നതിനെ അല്ലെങ്കിൽ തന്നതിനെ നിന്ദിക്കുക, നമുക്ക് കിട്ടിയതിനെ നിന്ദിക്കുക. കാരണം നന്ദിയില്ല, നന്ദി എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ല. നമ്മൾ എങ്ങനെ പറയാതിരിക്കുന്നത്? സത്യമാണ്, ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറ്റേ കൈ അറിയാൻ പാടില്ല. അതിന്റെ കാരണം എന്താണ്? ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് കൊടുത്തു എന്ന് അറിഞ്ഞതല്ലാതെ നമ്മൾ നല്ല കാര്യം, ഒരു നല്ലൊരു വീട് കിട്ടിയല്ലോ, അല്ലാതെ ഇത് ആരും അറിഞ്ഞിട്ട് പോലുമില്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇതെല്ലാം പബ്ലിക്കിന്റെ മുന്നിലേക്ക് വലിച്ചിട്ടതും. വീട് കൊടുത്ത ആൾക്കാരെ വളരെ മോശമായിട്ട് അവർ തന്ന വീട് കൊള്ളൂല, ചോർച്ചയാണ് എന്ന് പറഞ്ഞ് കുറച്ച് യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചോദിപ്പിച്ച് ഇത് പബ്ലിക്കിന്റെ മുന്നിൽ സ്വന്തമായിട്ടൊരു നെഗറ്റീവ് ഫെയിം ആക്കിയിട്ട് പുള്ളി വൈറൽ ആവാൻ നോക്കിയതാണ്. ഇതേ കണക്കുള്ള വൈറൽ ആയതുകൊണ്ടാണല്ലോ ഈ നെഗറ്റീവ് ഫെയിം ആണല്ലോ ബിഗ് ബോസിൽ വരെ രേണു സുധീനെ എത്തിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്ത കുറെ ഡ്രാമ നാടകങ്ങളുടെ പര്യവസായത്തിൽ ലാസ്റ്റ് ബിഗ് ബോസിൽ വന്നിരുന്ന നാടകം കളിക്കുകയാണ്. എന്താണ്, ഒരു ചെറിയ വീട് എനിക്ക് വെക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇത്ര നല്ലൊരു വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ വളരെ മോശമാക്കിയിട്ട് നെഗറ്റീവ് ഫെയിം അടിച്ച ഒരു വ്യക്തി വീണ്ടും വന്ന് പറയണ ഒരു ചെറിയ വീട് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത്. ഈ വീടില്ലാത്ത നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും വീടില്ല. ഒരുപാട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വീടില്ലാത്തവർ, വാടക പോലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു വീഡിയോ വന്നേക്കുന്നത് 13,000 രൂപ മാസങ്ങൾ വാടക കൊടുക്കാതെ 13,000 രൂപയോളം വാടക കുടിശ്ശിയായപ്പോൾ ചോദിച്ചവ പറഞ്ഞു പോയി സുധിയുടെ കല്ലറയിൽ പോയി, സുധിയുടെ ശവത്തിനോട് പോയി ചോദിക്കാൻ, മീൻസ് കല്ലറയിൽ പോയിട്ട് അടക്കിയിരിക്കുന്ന ശവം അടക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സുധിയുടെ ശരീരം അടക്കിയിരിക്കുന്ന അവിടെ പോയിട്ട് ചോദിക്കാൻ പറയുന്ന അത്രമാത്രം കൾച്ചർ ഇല്ലായ്മയുള്ള ഒരു വ്യക്തിയാണ് ഈ രേണു സുധി. നമുക്ക് ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ തോന്നില്ല. പക്ഷെ ഇതിന്റെ നാക്കിൽ നിന്ന് വരുന്ന വളരെ എന്താ പറയുക, വളരെ മലീമസമായ എന്നെങ്ങനെ പറയണം അല്ലെ, വളരെ വൃത്തികെട്ട ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. അവിടെ തന്നെ ഇരുന്ന് മുടി വെച്ചു കൊടുത്ത് കൊളാബാന്ന് പറഞ്ഞു മുടി വെച്ചു കൊടുത്ത ആൾക്കാർ അവരും ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു ബിഗ് ബോസിലെ ഒരു ഫെയിം ആവുമ്പോൾ 10 പേരെ അറിയുമ്പോൾ അവരുടെ മുടി വെക്കാൻ ചെല്ലും, അവരുടെ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് വിൽക്കും. ഇങ്ങനെയുള്ള വെച്ചിട്ടാണ് ഓരോ ആൾക്കാരും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരെയൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവിടെ കച്ചവടം കൂട്ടുവാണ് അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? രേണു സുധി ഇത് ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ റീല് ചെയ്യുകയോ സിനിമ ചെയ്യുകയോ ഷോർട്ട് ഫിലിം ചെയ്യുകയോ എന്താ പറയുക, എന്ത് വേണമെങ്കിലും ചെയ്ത് അവർ എന്ത് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചത് അവരുടെ കാര്യം മാത്രമാണ്. എന്തുകൊണ്ടാണ് അവരെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജനങ്ങൾ അവരെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. നമ്മൾ ഓരോ തരത്തിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെ തൊണ്ടെങ്കിൽ പറയുന്നത് നമ്മുടെ പ്രൊഫഷനിൽ പോകുന്നത്. ഞാൻ ഒരു കുക്കിംഗ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ക്ലൗഡ് കിച്ചൺ സ്വന്തമായിട്ട് 10, 50, 60 പേർക്ക് ഫുഡ് ഉണ്ടാക്കി 10 മണിക്ക് മുമ്പ് കോടതി പോണ ഒരാളാണ്. 10 മണി ആകുമ്പോഴത്തേക്ക് എൻ്റെ ജോലികൾ മുഴുവൻ പൂർത്തിയാക്കി പാക്കും ചെയ്ത് വിട്ടിട്ട് ജോലിക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമാത്രം കഷ്ടപ്പെട്ട് എന്നിട്ട് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ കിട്ടുന്ന വരുമാനം നമുക്ക് തികയുന്നില്ല. നമ്മൾക്കൊരു കുഞ്ഞിനെ പഠിപ്പിക്കണം, നമുക്ക് മുന്നോട്ട് ജീവിക്കണം, നമ്മളെ ആശ്രയിച്ച് 2-3 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ
നമ്മൾ അതനുസരിച്ചുള്ള ജീവിത മാർഗമായതുകൊണ്ടാണ് നമ്മൾ എത്ര ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ടാവും അല്ലെ, എന്നെപ്പോലെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അപ്പൊ അല്ലാണ്ട് ഒരാളിനെ മഹത്വവൽക്കരിച്ച് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ദാനം തന്ന സാധനം, എനിക്ക് ദാനം തന്ന ഒരു തെണ്ടിയുടെ ഒരു സാധനവും വേണ്ട എന്ന് ഒരു ലൈവിലൊക്കെ വന്ന് പറയുവാണ്. ഒരു വീട് കിട്ടാൻ വേണ്ടി ആൾക്കാർ കൊതിക്കുന്നുണ്ടല്ലോ, ഒരു ജീവിത മാർഗത്തിന്. എനിക്കിപ്പോൾ എൻ്റെ മോനെ പഠിപ്പിച്ച് അവനെ ഒരു കരയ്ക്ക് എത്തിയെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാൻ മുന്നോട്ട് മാർഗമുള്ളൂ. അത് തന്നെ പഠിപ്പിച്ച് അതിനെ ഒരു കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അമ്മമാരും ഓരോ മാതാപിതാക്കളും മക്കളെ ഒന്ന് വളർത്തി വലുതാക്കി അവർക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാളെ ഒരു സമാധാനത്തിൽ എവിടെയെങ്കിലും ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചാണ് ഓരോ വ്യക്തികളും ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ ഈ വേഷവും ഭൂഷാദികളൊക്കെ ഉണ്ട് നമ്മൾ വലിയ അങ്ങേറ്റത്തെ മണിമാളികയിലൊന്നും ജീവിച്ച് അല്ലെങ്കിൽ അങ്ങേറ്റതായിട്ട് ജീവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കാൻ ജീവിക്കുന്ന ആൾക്കാരൊന്നും ആരും വിചാരിക്കരുത്. കാരണം എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഓരോ ആൾക്കാർക്കും എന്തുമാത്രം വേദനകളും ദുഃഖങ്ങളും മനസ്സിലൊളിപ്പിച്ചാണ് ഓരോ മനുഷ്യരും ഇന്ന് ജീവിച്ചു പോണതെന്ന് അവരവർക്ക് മാത്രമേ അറിയൂ അല്ലേ. നമ്മൾ ആരെയും പുച്ഛിക്കേണ്ട, ആരെയും എന്ത് ജോലിയും ആർക്കും ചെയ്യാം. പിന്നെ തുണി അഴിച്ചത് ഞാൻ ലൈവിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവൾ അഴിഞ്ഞാടുന്നു, തുണി പറിച്ചെറിഞ്ഞ് അഴിഞ്ഞാടുന്നു ഒരാവശ്യം ഒരു മക്കളെ വളർത്താൻ ഒരു അമ്മമാർക്കും ഇല്ല. തുണി പറിക്കാതെ തന്നെ മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകളാണ് സിനിമ ഫീൽഡായാലും സീരിയൽ ഫീൽഡായാലും ഏത് ആർട്ടിസ്റ്റ് ഡ്രാമയായാലും ഇതൊക്കെ തുണി അഴിക്കാതെ തന്നെ മാന്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന തൊഴിലുകളാണ്. ഇതിനൊന്നും തുണി അഴിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ തുണി അഴിച്ച് ഞാൻ അതിനെ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി തുണി അഴിച്ച് പറയുന്നതെന്ന് പറയുന്ന ഒരു ന്യായമില്ല. അതുപോലെ പേം പുഴിപ്പിച്ചിട്ട് കുളിക്കാതെയും നനയ്ക്കാതെയും വൃത്തിയില്ലാതെയും പേം പുഴിപ്പിച്ച് നടന്നിട്ട് അവർ വെച്ചിരുന്ന സാധനത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ തലയിൽ ചൊറിച്ചിൽ വന്ന് അല്ലെങ്കിൽ എൻ്റെ തലയിൽ നിന്ന് മുടികളായി പോകുന്ന എൻ്റെ തലയിൽ പേം പിടിച്ചതെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ്? ഈ കൊച്ചു മുടി വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൊച്ചിന്റെ തലയിൽ പേം പുഴുത്ത് കിടക്കുകയാണ്. ഇത് 10-15 വയസ്സ് 20 വയസ്സുള്ള സ്റ്റുഡൻസ് ഒന്നും അല്ല അയ്യോ പേം പിഴിപ്പിച്ച് അത്ര വൃത്തിയില്ലാന്ന് കിടക്കുക. കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ ഹോസ്റ്റലിലാണെങ്കിലോ അവർക്ക് ചിലപ്പോൾ കുളിക്കാൻ സമയം കിട്ടിയെന്ന് കാര്യത്തില്ല, അവർക്കൊന്ന് ശ്രദ്ധിക്കാൻ നേരം കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയൊന്നുമല്ല. പഴയ കാലത്തെ കുട്ടികളുടെ ഈ അമ്മമാരുള്ള എണ്ണയെല്ലാം കൂടി വാരി തലയിൽ തേച്ച് കൊടുക്കും മുടി വളരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പേൻ പിടിക്കുക. അപ്പോൾ ഇന്നത്തെ കുട്ടികളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് അവരുടെ പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് മാക്സിമം 90% പെൺകുട്ടികളും ആൺകുട്ടികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പേരൊന്നുമില്ല. ഇതിപ്പോൾ ഇത്ര 10-35-36 വയസ്സുള്ള ഒരു സ്ത്രീയാണ് തലയിൽ പേൻ പൊഴിപ്പിച്ചിടുക എന്ന് പറഞ്ഞാൽ അതുകൊട്ടെ അവരുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഇനി പറയുന്നില്ല. പക്ഷെ അവിടെ ഇരുന്ന് പറയുവാണ്, ഞാൻ കുഞ്ഞു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. വീടില്ലാത്ത ഒരാൾ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ, അതാണ് അതിന്റെ ഡ്രാമയാണ് ചേച്ചിയുടെ വാടക വീട്ടിൽ പോയിരുന്ന ഈ വീഡിയോ ഇട്ടതും അതിൽ കിച്ചുവിന്. എനിക്ക് തോന്നുന്നു ഈ കിച്ചു ഒന്നും മാത്രം ഇതല്ല, കിച്ചു ഒക്കെയാണ് ഇതിന്റെ ഈ PR വർക്കിന്റെ ഒന്നാമതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു ടീമാണ്. ഒരു ടീം വർക്ക് ചെയ്തിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. നമ്മളായ പ്രേക്ഷകർ ഇപ്പൊ ഞാനും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കിച്ചു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ കിച്ചു ഒരിക്കലും ആ വാടക വീട്ടിൽ പോയിരുന്ന വർത്താനം പറയേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് ദൈവം സഹായിച്ച് അവരൊരു വീട് വെച്ചു കൊടുത്തു. അവർ ആ സുതിലയം എന്നുള്ള പേര് മാത്രം വെച്ചു കൊടുത്തു. കാരണം ഇനി സ്പോൺസേഡ് എന്നുള്ള ഒരു പ്രശ്നം വേണ്ട എന്നുള്ളതൊക്കെ വെച്ചിട്ട് അവർ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് അവൻ പറയുന്നത് അവന്റെ വീടല്ലേ, അപ്പൊ അമ്മ ഇവിടെ വന്നിരുന്ന് നമുക്ക് സംസാരിക്കാം, ഇതാണ് നല്ലത്, ഇവിടെ ഇതാണ് ഡീസന്റ് എന്ന് പറയാഞ്ഞത് എന്താണ്? അവനും പോയി ഈ ചേട്ടത്തി താമസിക്കുന്ന വാടക വീട്ടിൽ പോയിരുന്നു എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നു ഞങ്ങൾക്കൊരു കൊച്ചു വീട് വേണം എന്ന് പറയുന്നത്. എല്ലാവരും ദാനം തന്നതെന്ന് പറയുന്ന ആരാണ് പറഞ്ഞത്? ദാനം തന്നവർ പറഞ്ഞില്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അവർ വന്ന് പറഞ്ഞത് ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് കൊടുത്തത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കൊടുത്തപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു വാങ്ങിക്കാനല്ലേ, കൊടുത്തപ്പോൾ ഭയങ്കര. പിന്നെ അതിനകത്ത് പറഞ്ഞ ഞാനും എൻ്റെ വീട്ടുകാർ, സത്യമല്ലേ നിങ്ങളുടെ വീട്ടുകാരൻ തന്നെയാണ് വന്ന് കിടക്കുന്നതിന് പിള്ളേർക്ക് കൊടുത്തതല്ലേ, എന്നിട്ടാണ് വൃത്തിയില്ലാതെ ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്കാണ് വേണ്ട മക്കൾക്കാണ് ആ സുധിയുടെ സാധനങ്ങൾ മുഴുവൻ കട്ടിന്റെ കീഴിൽ ചാക്കിനകത്ത് എടുത്ത് വാരിയിടുന്നതാണോ മര്യാദ? എന്നിട്ടാണ് സ്വയം ഈ ലൈവിൽ വന്നിരുന്ന ന്യായീകരിക്കുന്നത്. അപ്പൊ ഈ ലൈവിൽ വന്നിരുന്ന ഞാൻ രേണുവിനെ ഒന്നും പറയാണ്ടിരിക്കണം. ഇത്ര ദിവസമായിട്ട് ഞാൻ രേണുവിനെ അത്ര ഒന്നും പറയാതെ അത്ര വീഡിയോ ഒന്നും ചെയ്യാതെ. കാരണം എന്തിനാണ് ഒരാളെ ജീവിച്ചു പോട്ടെ, കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും, പക്ഷെ ഇനി പോസിറ്റീവായിട്ട് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഞാനത് വീട് പറയുകയും ചെയ്തു, കൊച്ചി പോസിറ്റീവായിട്ട് ഇറങ്ങി വരട്ടെ എന്ന്. പക്ഷെ അവിടെ ചെന്നിരുന്ന ഈ സ്വഭാവമാണ് കാണിക്കുന്നത്, അഹങ്കാരവും. അതേപോലെ തന്നവരെ നിന്ദിക്കുക, അവരെ മോശമാക്കുക, എന്ത് ചെയ്തു തന്നാലും ഒരു നന്ദിയും ഇല്ലാത്ത ഈ വർഗം എന്നായിപ്പോയല്ലോ. എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. ഗൈസ് സോറി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് ചെയ്യാം.